വളരെ ദീർഘമായിട്ടാണല്ലോ അദ്ദേഹം സംസാരിച്ചത്. അങ്ങ് അതിനു മുൻപ് അതിലും ദീർഘമായി സംസാരിച്ചില്ലേ ശ്രീ സന്ദീപ് വാര്യർ? അവസരം തരണം. നിങ്ങളുടെ ചർച്ച നീട്ടിക്കൊണ്ട് പോകാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നമുക്കിതിനൊരു അവസരം ഉണ്ടാവില്ലല്ലോ. ഞാനും തയ്യാറാണ്. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരം. സന്ദീപ് വാര്യർ പറഞ്ഞു. അത് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ ശ്രീജ അവസരം തരണം. ഇത് എത്ര നേരം എനിക്ക് കൊണ്ടുപോകാൻ പറ്റും? നമുക്കറിയാവുന്നതല്ലേ ഈ ചർച്ച എന്ന് പറയുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞോളൂ. എനിക്ക് കിട്ടിയ ടേണിൽ ഞാൻ വ്യക്തിപരമായി പേരെടുത്ത് അധിക്ഷേപിച്ചു. സന്ദീപ് വാചസ്പതി, അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം അതോടെ നമുക്ക് നിർത്താം. ഇന്ത്യ മഹാരാജ്യത്ത് സന്ദീപ് വാചസ്പതി, നിങ്ങൾ രണ്ടുപേരും സന്ദീപ് ആയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞു. ശ്രീജ, ഞാൻ പറഞ്ഞത് എന്താ? എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സന്ദീപ് വാര്യർ പറഞ്ഞോളൂ. അല്ല, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും. ധാർഷ്ട്യവും ധിക്കാരവും സർവജ്ഞപീഠം കയറിയവന്റെ ഒരു അഹംഭാവവും ഒക്കെ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആരാണെന്ന് കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും. അത് മാത്രമേ ആ വിഷയത്തിൽ പറയുന്നുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ, ഈ ചരിത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യട്ടെ, അങ്ങനെ സംവാദമാണോ അവിടെ നടക്കുന്നത്? സംവാദമല്ലല്ലോ നടക്കുന്നത്. ഈ നാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയിട്ടുള്ള അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ നമ്മൾ കണ്ടതല്ലേ. എല്ലാ സ്ഥലങ്ങളിലും പോയി അവസാനം വസ്ത്രത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഭാഷയുടെ പേരിൽ, വോട്ട് ജിഹാദ് എന്ന പേരിൽ ഒക്കെ ഏതൊക്കെ രീതിയിലാണ് അവസാന നിമിഷം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് ശ്രമിച്ചിട്ടുള്ളത്. എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായില്ല. അതിന്റെ പേരിൽ അശോക് ലവാസ അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഭിന്നമായിട്ടുള്ള അഭിപ്രായം പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ. ഈ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. അപ്പൊ നമ്മള് കേവലം എന്താ പറയാ, മറ്റുള്ളവര് പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ നിഷ്കളങ്കരാണ്, ഞങ്ങൾ ആരെക്കുറിച്ചും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്ന ആൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. രാജ്യത്ത് എന്ത് നടന്നാലും, രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്ത് നടന്നാലും ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതിസ്ഥാനം നിർത്തി അവരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവരെ അപരവൽക്കരിച്ച് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് RSSഉം BJPയും എന്ന് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും അറിയാം. ആ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. അതിനൊരു തർക്കവും വേണ്ട. ഇവിടെ ആന ചത്തതിന്റെ പേരിൽ അതിൽ മതം കണ്ടെത്തിയതാരാ? BJPയുടെ നേതാവ് മനേകാ ഗാന്ധി. ആ മനേകാ ഗാന്ധിയുടെ ട്വീറ്റാണ് ഇവിടെ ഞാൻ അടക്കമുള്ളവരന്ന് റീട്വീറ്റ് ചെയ്തത്. ഇതറിയാത്ത നേതാവാണ് ഇരുന്നിട്ട് പറയുന്നത് ആന ചത്തത് മതവൽക്കരിച്ച നേതാവിനെ നിങ്ങൾക്ക് പുറത്താക്കണമെങ്കിൽ ആദ്യം മനേകാ ഗാന്ധിയെ പുറത്താക്കിയിട്ട് വാ എന്നിട്ട് വർത്താനം പറയൂ. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയാം, ഞാൻ ഏതെങ്കിലും പെയ്ഡ് സ്റ്റാഫായിട്ട് BJPയിൽ വന്ന ആളായിരുന്നില്ല, മനസ്സിലായല്ലോ. പണം വാങ്ങിക്കൊണ്ട് ശമ്പളത്തിന് BJP പ്രവർത്തിക്കാൻ വന്ന ആളായിരുന്നില്ല. കുമ്മൻ രാജശേഖരന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കയറി കൂടിയവനല്ല, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ആളുമല്ല. ഞാൻ ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്ത് പണിയെടുത്ത് ക്ലറിക്കൽ പണിയെടുത്ത് ഗുമസ്തപ്പണി എടുക്കാൻ ഈ വ്യക്തിപരമായ അധിക്ഷേപം നിർത്തണം. അതൊന്നും വേണ്ട. നമുക്ക് അങ്ങനെ വ്യക്തിപരമായ ഒന്നിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഒരു വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ സന്ദീപ് വാചസ്പതി. നിങ്ങൾ രണ്ടുപേരും വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. രണ്ടുപേരും നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റുകൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.